ഇതെടുക്കുന്നില്ലേ തുണി കഴുകാൻ? ശരി. ഗുഡ് മോർണിംഗ്, ഹലോ ഗായ്സ്. അപ്പം നമ്മളിതേ വീണ്ടും പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഉറക്കത്തുനിന്ന് എനിക്ക് കുറച്ച് നേരമായിട്ടുള്ളൂ, അതുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. അപ്പം നമുക്ക് നമ്മുടെ നോർമൽ സൺഡേ ഇങ്ങനെയല്ല, എന്നാലും നോർമലി നമുക്ക് സൺഡേ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കാണിക്കാം. തണുക്കില്ല എന്ന് ഓർത്തിട്ട് ഞാൻ പഫറൊന്നും എടുത്തില്ല, നോർമലായിട്ട് ഇറങ്ങി. പക്ഷെ എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം തണുക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും തണുപ്പ് മാറുമായിരിക്കും തോന്നുന്നു. ഇന്ന് നമ്മൾ അത്യാവശ്യം നേരത്തെ എണീറ്റു, അപ്പോൾ തണുപ്പുണ്ട്. ഇപ്പോൾ ടൈം 8:30. അപ്പോൾ ഇപ്പോൾ എത്ര ഡിഗ്രി ഉണ്ട്? 4-5 ഡിഗ്രി ഒക്കെ ഉണ്ട് തോന്നുന്നു. എനിക്കപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ എല്ലാവർക്കും വെൽക്കം ടു. നല്ല രസമുണ്ട് ഇന്ന് സ്കൈ ഒക്കെ കാണാൻ, അതുകൊണ്ടാട്ടോ ഞാൻ നോക്കിയിരിക്കണേ. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും വെൽക്കം ടു. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് ആക്കാമെന്ന് ഓർത്തു. നമ്മൾ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾക്കാരല്ല, പക്ഷെ ഇന്നെന്തോ രാവിലെ നേരത്തെ എനിക്കൊണ്ട് വിശന്നു, അപ്പോൾ നമ്മൾ കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആവാമെന്ന് ഓർത്തിട്ട് ഒരു ബീച്ച് സൈഡിലുള്ള റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഞാൻ ജാക്കറ്റൊന്നും എടുക്കാണ്ടാണ് ഇറങ്ങിയത്, അപ്പോൾ എനിക്ക് തണുത്തിട്ട് എനിക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ദിവസം തുടങ്ങിയത് തന്നെ. 1, രാവിലെ നേരത്തെ എണീക്കുക. 2, രാവിലെ തന്നെ ഭക്ഷണം കഴിക്കുക. പൊതുവെ ഏർലി മോർണിംഗ് എണീക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. രാത്രി എത്ര സമയം വേണേലും ഞാൻ ഇരിക്കും, പക്ഷെ രാവിലെ എണീക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ ഇതൊരു വീക്കെൻഡ് കൂടി ആയതുകൊണ്ട് ജിതിനും അത്ര താല്പര്യമില്ല രാവിലെ എണീക്കാൻ. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഈ സൺഡേ നേരത്തെ എഴുന്നേറ്റു. പിന്നെ അപ്പോൾ ഓർത്തു എന്തായാലും എഴുന്നേറ്റതല്ല, ഇനിയിപ്പോൾ കിടന്നുറങ്ങണ്ട, എണീക്കാം. ഞങ്ങൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസും ഇഷ്ടങ്ങളുള്ള കപ്പിൾസ് ആണെങ്കിൽ കൂടി ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. അതിലൊരു കാര്യമാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വലിയ താല്പര്യമില്ല. രണ്ടുപേരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരും അല്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതേ വളരെ കുറവുമാണ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ എന്ന്. പക്ഷേ ഇപ്പോഴും ഇതിന് സയൻറ്റിഫിക്കലി 2 ഒപ്പീനിയൻസ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പാടും, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല എന്നുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും അതുപോലെ ഓരോരുത്തരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഞങ്ങൾ കുറേ കാലമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മുടെ ബോഡി ഇതിനോട് അഡാപ്റ്റ് ചെയ്തു. ഏർലി ലഞ്ചും അതുപോലെ ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് ഇതുവരെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചിട്ട് ചെറുപ്പം മുതൽ ഫോളോ ചെയ്യുന്നതല്ല നമ്മളിതൊന്നും. ജിതിൻ ഇവിടെ വന്നിട്ട് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ ഇവിടെ വന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള താല്പര്യക്കുറവ് കൊണ്ടുമാണ് ഇങ്ങനെ ആയത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പണ്ട് എൻ്റെ അമ്മ എന്നെ തല്ലി കഴിപ്പിക്കുമായിരുന്നു. അതിൻ്റെ ട്രോമ കാരണമാണ് തോന്നുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വെറുത്തത്. അതുകൊണ്ട് തന്നെ അമ്മ ഞാനിവിടെ എത്തിയപ്പോൾ പറയുമായിരുന്നു ഞാനിവിടെ വരുമ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മിസ് ചെയ്യുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ഇഡ്ഡലി ദോശ ഈ സംഭവങ്ങളൊന്നും ഇവിടെ വന്നതിന് ശേഷം മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ബോഡിക്ക് എന്താണോ ആവശ്യമുള്ളത് എന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു സാധനം നല്ലതാണ് എന്ന് ഓർത്തിട്ട് ആ സാധനം നമുക്കത് നല്ലതല്ലെങ്കിൽ യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാല് നല്ലതാണ്, പക്ഷേ ലാക്ടോസ് ഇൻടോളറൻ്റ് ആയിട്ടുള്ള ഒരാൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ബോഡിക്ക് വളരെ വേഴ്സ്റ്റ് ആയിട്ടാണ് എഫക്റ്റ് ആവുക. അതുപോലെ തന്നെ ഏതൊരു സാധനമാണെങ്കിലും നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് യൂസ് ചെയ്യരുത്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മൾ അതങ്ങ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരാഗ്രഹം. എന്തായാലും ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആവാം എന്ന് ഓർത്തിട്ട് നല്ലൊരു ബീച്ച് സൈഡ് വ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ഞങ്ങൾ എടുത്തു. ഞാനൊരു ക്രഷ്ഡ് അവക്കാഡോയും അതുപോലെ തന്നെ ജിതിനൊരു കറീഡ് എഗ് എന്ന് പറഞ്ഞ ഈ 2 ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഒപ്പം കുറച്ച് ഫ്രൈസും അതുപോലെ ഞാനൊരു ഓറഞ്ച് ജ്യൂസും ജിതിനൊരു മോക്കയും ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ അധികം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിക്കാൻ പോകാറില്ല. എന്തായാലും രസം ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ആയിരുന്നു മൊത്തത്തിൽ.
നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് താക്കപ്പൂന ബീച്ച് കഫേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഫേയിലോട്ടാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ചും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ളൊരു ബീച്ചായിരുന്നു. ബീച്ചായതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് ഇരുന്ന് കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരുന്നു. ഞാൻ ജാക്കറ്റ് എടുക്കാത്തത് കൊണ്ടും പുറത്തിരിക്കുന്ന കഴിഞ്ഞാൽ നന്നായി തണുക്കും എന്നുള്ളത് കൊണ്ടും ഞങ്ങൾ അകത്ത് തന്നെ ഇരുന്നു. പക്ഷെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ല ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ ഒട്ടും ഓർത്തില്ല സൺഡേ മോർണിംഗ് ഇത്ര തിരക്കുണ്ടാവുമെന്ന്. കൂടുതലും വൈറ്റ്സ് ആയിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം. ഇതേ കഴിഞ്ഞ് പുറത്തിറങ്ങി കണ്ടു, നല്ല കാറ്റ്, അത് നല്ല തണുത്ത കാറ്റ് അടിക്കുമായിരുന്നു. എന്നേക്കാൾ ഇഷ്ടപ്പോൾ ക്യാമറ ജിതിന്. എന്തൊക്കെ ഓരോ സൈഡിൽ നിന്നുള്ള പോസ്റ്റൊക്കെ ഫോട്ടോ എടുക്കുന്ന ക്യാമറ. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ ബീച്ചിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് അത്രയും തണുപ്പായിരിക്കും. നമ്മൾ ബീച്ചിലൊന്നും ഇറങ്ങുന്നില്ല. നമ്മളിനി ഇനി അടുത്ത ബാക്കി സൺഡേ പരിപാടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് ടു റൊട്ടീൻ. നമ്മുടെ നോർമൽ സൺഡേ എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു നോർമൽ സൺഡേ അല്ല. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ അങ്ങനെ പുറത്തു പോകാറില്ല പൊതുവെ സൺഡേ. പക്ഷെ നമ്മൾ കഴിക്കാൻ വന്നു. ഇനി ബാക്ക് ടു റൊട്ടീൻ നോർമൽ സൺഡേയിലോട്ട് പോവാം. എന്തായാലും ഒരു സ്ഥലം വരെ വന്നതല്ല, അപ്പോൾ വന്ന സ്ഥിതിക്ക് ഇതേ താക്കപ്പൂന ബീച്ചൊക്കെ ഒന്ന് കാണാമെന്ന് ഓർത്തു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, തൊട്ട് ഈ കഫേയുടെ തൊട്ട് മുന്നിൽ ബീച്ചാണ്. നമ്മൾ ബീച്ചിലേക്കൊന്നും അങ്ങനെ ഇറങ്ങിയില്ല, കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ ബീച്ചിലേക്കൊക്കെ ഇറങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ അകലെ നിന്ന് കണ്ടിട്ട് ഇങ്ങ് പോന്നു, കാരണം ബീച്ച് വാട്ടറൊക്കെ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഇതേ കുറച്ച് ഇതേ പ്രാവിനെയൊക്കെ കണ്ട്, സീകളാണ് തോന്നുന്നു, പ്രാവല്ല സീകൾ, യെസ്. അപ്പോൾ സീകളിനൊക്കെ കണ്ടു. നമ്മളിത് തിരിച്ചു പോകാമെന്ന് പ്ലാൻ ഇട്ടു, കാരണം നല്ല തണുപ്പുണ്ട്. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ മാത്രം എന്തോ ബുദ്ധിപരമായി കളിച്ചത് ആ ജാക്കറ്റ് ഇടാതെ. പക്ഷേ കണ്ടോ, ഈ ജാക്കറ്റ്, ജിതിനിട്ടിരിക്കുന്ന ഈ ജാക്കറ്റ് നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോളൂ. അത് കുറച്ച് നേരത്തെ കൂടിയേ ജിതിൻ്റെ മേത്തുണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇട്ട് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിത് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഹാപ്പി ടമ്മി ആയിട്ട് നമ്മളിത് തിരിച്ചു പോവാണ്. ഇത് കണ്ടോ, ഇതാണ് ഓക്ലൻഡ് സിറ്റി. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഓക്ലൻഡ് സിറ്റിയുടെ ഈവനിങ് നൈറ്റ് വ്യൂ കാണിച്ചു തന്നിരുന്നു. പക്ഷേ ഇതാണ് രാവിലെ. ഇന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു സ്കൈ ഒക്കെ കാണാൻ. ഇങ്ങനെ ക്ലൗഡ്സ് ഒക്കെ ആയിട്ട് കാണുന്നത് വളരെ കുറവാണ്. സ്കൈ എപ്പോഴും ഭംഗിയായിരിക്കും, പക്ഷെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ക്ലൗഡ്സൊക്കെ ഇല്ല, ഇങ്ങനെ ക്ലൗഡ് ഫോർമേഷൻസൊക്കെ, അതൊക്കെ വളരെ കുറവാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ സ്കൈ എപ്പോഴും ഇങ്ങനെ നല്ല ലൈറ്റും നല്ല കളേഴ്സൊക്കെ ആയിട്ട് ഭയങ്കര ഇങ്ങനെ പ്ലെയിൻ സ്കൈ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ഇതുപോലത്തെ ഇങ്ങനെ അപ്പൂപ്പൻ താടീനെ പോലത്തെ വൈറ്റ് സ്കൈ ക്ലൗഡ്സ്, അത് ഭയങ്കര രസമല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൈ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ. എന്തായാലും ഇന്ന് സിറ്റി നല്ല അടിപൊളിയായിരുന്നു, നല്ല സിറ്റി വ്യൂ ആയിരുന്നു. പക്ഷേ ഇത് കണ്ടില്ലേ, നല്ല തിരമാലയൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ടായിരുന്നു. ആ കാറ്റ് അത്രയും കാറ്റായിരുന്നു. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഒഫീഷ്യൽ സൺഡേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സൺഡേ ആണ് നമ്മൾ നമ്മുടെ അടുത്ത വീക്കിലോട്ടുള്ള വീക്ക് പ്രെപ്പ് എല്ലാം ചെയ്യുക, എല്ലാ കാര്യങ്ങളും. ഇതുപോലെ നമ്മളിത് ഫസ്റ്റ് തന്നെ തുണിയെല്ലാം കഴുകാൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീക്കിലെ എല്ലാ തുണിയും നമ്മൾ ഒരുമിച്ച് വന്നിട്ട് ഇതുപോലെ ലോണ്ട്രി മാർട്ടിൽ വന്നിട്ട് കഴുകുകയാണ് ചെയ്യുക. നമ്മൾ കഴുകി ഡ്രൈ ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ വന്ന് നമ്മളിത് കഴുകാൻ കൊടുത്താൽ മതി. അവരതെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ ബാഗിനകത്ത് തന്നെ ഇട്ട് വെച്ചോളും. നമ്മൾ തിരിച്ചു വന്ന് അതെല്ലാം എടുത്താൽ മതി. നമുക്കിവിടെ സെൽഫ് സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. സെൽഫ് സർവീസ് ആണെങ്കിൽ നമ്മൾ തന്നെ ആദ്യം വാഷ് ചെയ്യാനിടണം, പിന്നെ തിരിച്ചു വന്ന് അതിൻ്റെ ടൈമർ എത്രയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ തന്നെ ഡ്രൈ ചെയ്യാനും ഇടണം. അപ്പോൾ ഇവിടെ കൊടുത്തു പോവുകയാണെങ്കിൽ ഇതെല്ലാം അവർ തന്നെ ചെയ്യും. ലാസ്റ്റ് നമുക്ക് വന്ന് പിക്ക് ചെയ്ത് പോയാൽ മതി. നമ്മളങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പായ ഗ്രോസറിക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റ്സ് പോലെ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലമാണ് ഈ പാക്ക് ആൻഡ് സേവ്. അപ്പോൾ നമ്മൾ മെയിൻലി ഇവിടെ നിന്നാണ് ഒരു വീക്കിലേക്കുള്ള എല്ലാ സാധനങ്ങളും, പച്ചക്കറികളായാലും എന്ത് സ്റ്റേഷനറി സാധനങ്ങളായാലും ഇവിടുന്ന് തന്നെയാണ് നമ്മൾ വാങ്ങാറ്. ഇവിടെ എല്ലാം സെൽഫ് സർവീസാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, എന്തെങ്കിലും ഇവിടെ അവൈലബിൾ ആണോ അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ നമ്മൾ തന്നെ എല്ലാം കാർട്ടിലിട്ട് നമ്മൾ തന്നെ പേ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അധികം സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളോ ഉള്ളെങ്കിൽ നമുക്ക് സെൽഫ് പേയ്മെൻറ്റും ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കുറച്ചധികം സാധനങ്ങളുള്ളത് കൊണ്ട് അവർ തന്നെ ബില്ലിംഗ് കൗണ്ടറിൽ ആളുണ്ടാവും. അല്ലാതെ നമുക്ക് സാധനങ്ങൾ എടുക്കാനോ അതിനൊന്നും ആരും ഉണ്ടാവത്തില്ല. അങ്ങനെ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നമ്മളിതേ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് ഈ ജാക്കറ്റ് എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? അങ്ങനെ സൺഡേയിലെ വലിയ 2 പണി കഴിഞ്ഞു. ഇനി വലിയ പണി വരാൻ കിടക്കുന്നേ ഉള്ളൂ. അതെന്താണെന്ന് ഇപ്പോൾ കാണാം.
നമ്മളിപ്പോൾ ഇതേ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണം. കുക്കിംഗ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്, കുറച്ച് ഒതുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ സൺഡേയിലെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ കാണിച്ചു തരാം. ഇത് ഒരു റൊട്ടീനായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചില സൺഡേസിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, ചില സൺഡേസിൽ ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ. പക്ഷെ ഈ സൺഡേ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് കുക്ക് ചെയ്യേണ്ടത്, ഇന്നത്തെ വിഭവങ്ങൾ നമുക്ക് ചിക്കൻ ഉണ്ട്, പിന്നെ തേങ്ങാച്ചാർ എന്നുള്ളത് ഞാനും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. തേങ്ങയും ഒരു മോരുകറി പോലെ, പക്ഷെ മോരുകറി അല്ല, അതിനകത്ത് തേങ്ങയൊക്കെ അരച്ചിട്ടിട്ടുള്ളൊരു സംഭവമാണ്. ഞാനും യൂട്യൂബിൽ ഒരു ആംഗ്രി ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബറിൻ്റെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് ഫസ്റ്റത്തെ വേരിയേഷനാണ്, നോക്കി നോക്കാം എങ്ങനെയാവുന്നത്. പിന്നെ ചിക്കൻ ഉണ്ട്, പിന്നെ ഒരു ബീട്രൂട്ട് തോരനുണ്ട്, അങ്ങനെ പിന്നെ ചോറ്. ഇതൊക്കെയാണ് ഈ ഒരു ആഴ്ച. നമ്മൾ വീക്ക്ലി കുക്കിംഗ് ആയിരിക്കും മിക്കപ്പോഴും. സൺഡേ ഇങ്ങനെ കുക്ക് ചെയ്യും. അത് വീക്കിലി ഒന്നെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിത്തേക്കോ. അപ്പം ഇത്തവണ ഉച്ചത്തേക്ക് ചോറും ഈ കറികളും ഒക്കെ എടുക്കാം എന്നാണ് നമ്മളൊരു പ്ലാൻ. അപ്പം എന്തായാലും നോക്കാം. എന്തായാലും ഞാൻ കുക്കിംഗ് ഫുള്ളൊന്നും കാണിക്കുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല തോന്നുന്നു. എന്തായാലും കുക്കിങ്ങിൻ്റെ ചെറിയ ചെറിയ ബിറ്റ്സൊക്കെ കാണിക്കാം, എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ കുക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ കുക്ക് ചെയ്യും. കാരണം എല്ലാവരും വിചാരിക്കും ജിതിൻ മാത്രമാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, എപ്പോഴും ജിതിനാണല്ലോ കുക്ക് ചെയ്യുന്നത്. ഞാനാണ് കുക്ക് ചെയ്യാറ്, ജിതിനിടയ്ക്ക് കുക്ക് ചെയ്യുന്നേ ഉള്ളൂ, കേൾക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ഇന്നത്തെ കുക്കിങ്ങിലോട്ട് കിടക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളിലോട്ട് പോവാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ എനിക്കൊന്ന് വരട്ടിയെടുക്കണം എന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെള്ളമൊക്കെ ഇതായിട്ട് ജസ്റ്റ് ഒന്ന് വരണ്ട് വരണം ഇനി, അത്രേ ഉള്ളൂ. അപ്പം ഇനി ചിക്കനായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ ഇത് ഗ്രേവിയൊക്കെ ഇതായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിവിടെ തേങ്ങാച്ചാറ് ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തേങ്ങാച്ചാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ, തൈര്, പച്ചമുളക്, ഒരു 2-3 വെളുത്തുള്ളി, കടുക്, പിന്നെ ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കും പച്ചയ്ക്ക്. എന്നിട്ട് അതിൽ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് അതൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കണം. ഭയങ്കര ഹൈ ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് പിരിയാത്ത പോലെ ഇതാക്കി എടുത്തിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കടുകും ഉള്ളിയും വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് വറുത്തിടണം. അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങാച്ചാർ എന്ന് പറയുന്നത്. കൊച്ചിക്കാരുടെ ഫുഡാണെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നോക്കി വെക്കാം. മണം വരുമ്പോൾ ഒരു തേങ്ങ ചട്നിയുടെ ഒക്കെ ഒരു മണം വരുന്നുണ്ട്. അപ്പോൾ നോക്കി വെക്കാം എങ്ങനെയുണ്ട്. അങ്ങനെ നമ്മൾ കടുക്, ഉള്ളി, കരിവേപ്പില, വറ്റൽമുളക് ഇതെല്ലാം വറുത്ത് ഈ തേങ്ങാച്ചാറിലോട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനായി തേങ്ങാച്ചാറായി ഇനി അടുത്ത ഡിഷിലോട്ട് പോവാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി, ഞങ്ങൾ തോരനൊക്കെ ഉപ്പേരി എന്നാണ് പറയുക. ഉപ്പേരി എന്ന് പറയുന്നത് ഈ തോരൻ സംഭവങ്ങൾക്ക് നമ്മൾ ഉപ്പേരി തന്നെയാണ് പറയുക. ഈ വറവിനൊക്കെ ചില സ്ഥലങ്ങളിൽ ഉപ്പേരി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഇതേ നമ്മുടെ ബീട്രൂട്ട് ഇനി ഒന്ന് സെറ്റായാൽ മതി. ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട്. എനിക്ക് ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ജിതിന് അത്ര താല്പര്യമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ബീട്രൂട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീരിയും അതുപോലെ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ മീനിൻ്റെ കുറവ് വേണ്ടാന്ന് ഓർത്തിട്ട് മീനും നമ്മൾ വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി മീൻ വറുത്തതും കൂടി ആവാം. നാട്ടിൽ കറിയൊക്കെ വെക്കുമ്പോൾ കരിവേപ്പില അപ്പോൾ കരിവേപ്പിൻ്റെ മരത്തുമെന്ന് പോയിട്ട് പൊട്ടിച്ചിങ്ങനെ കൊണ്ടുവന്നിടും. നാട്ടിൽ അമ്മയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയിട്ട് കരിവേപ്പ് പൊട്ടിച്ച് വായുമോ എന്ന് പറയും. പക്ഷെ ഇവിടെ അതങ്ങനെ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ കരിവേപ്പില ഇതുപോലെ വാങ്ങിയിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കുക ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് കുറച്ചൊന്ന് വെള്ളം നനച്ചിട്ട് വെക്കും. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം അങ്ങനെ ഇരുന്നോളും, വലിയ കേടൊന്നും വരാതെ. എന്തായാലും നമ്മുടെ കുക്കിങ്ങൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇനി ചെറുതായിട്ടൊന്ന് ക്ലീനിങ് ഉണ്ട്. ബാത്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി തുണിയൊക്കെ കഴുകിയതെല്ലാം ഒന്ന് അടക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് ഒന്ന് വാക്യൂം ചെയ്യുക, അത്ര തന്നെ. അതിന് ശേഷം നമ്മൾ ലഞ്ച് കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്ലാൻ.
അപ്പം നമ്മുടെ ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു ഇന്ന്. നമ്മൾ പൊതുവേ സൺഡേസിലാണ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊതുവേ വാക്യൂം ചെയ്ത് കൊടുക്കും എന്തെങ്കിലുമൊക്കെ കരടുണ്ടെങ്കിൽ. ബാത്റൂം കഴുകലും അതുപോലെ ഡീപ്പായിട്ട് നമ്മൾ ഫുൾ റൂംസ് വാക്യൂം ചെയ്യലും അതെല്ലാം സൺഡേസിലായിരിക്കും. എനിക്കിങ്ങനെ വീട് എസ്തെറ്റിക്കലി നല്ല ഭംഗിയിൽ വെക്കുക, അതുപോലെ നീറ്റാക്കി വെക്കുക, ക്ലീനാക്കി വെക്കണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പറ്റുന്ന പോലെ നമ്മുടെ ഈ ചെറിയ സ്പേസ് ഞാൻ അത്യാവശ്യം ഭംഗിയിൽ വെക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മളിത് വേസ്റ്റ് എല്ലാം ഇവിടെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുവന്നിടാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നത് വേറെ ഒരെണ്ണത്തിലും റബ്ബിഷൊക്കെ ഒരെണ്ണത്തിലും അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇടണം. എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് ഏതൊക്കെ ഏതിലൊക്കെ ഇടണം എന്ന്. നമ്മൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും, അതുകൊണ്ട് കറക്റ്റായി ഇടണം. അപ്പം നമുക്കിനി ഫുഡ് കഴിക്കാം. നമ്മളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാ ഫുഡും ഇത് റെഡിയായി. നമ്മളെല്ലാം ടിന്നിലാക്കി വെച്ചു, ഈ വീക്കിലേക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പം നമുക്കിത് ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, തേങ്ങാച്ചാറുണ്ട്. അങ്ങനെ നമ്മൾ ഒരു വീക്കിലേക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ മിഡ് വീക്കിൽ വല്ലതും കഴിയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കുക്ക് ചെയ്യും. ചോറൊക്കെ മിഡ് വീക്കിൽ നമുക്ക് തീരും. അപ്പം നമ്മൾ വീണ്ടും കുക്ക് ചെയ്യാറാണ് പതിവ്, ചോറ് മാത്രം. കറികളൊക്കെ ഓൾമോസ്റ്റ് ഒരു വീക്കൊക്കെ നിൽക്കാറുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നം വരാറില്ല. അങ്ങനെ ഈ ആഴ്ച നല്ല അടിപൊളി വിഭവസമൃദ്ധമായ ഫുഡ് തന്നെ ആക്കിയിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. അതിനിപ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് കാണാം. അങ്ങനെയുണ്ട് പറഞ്ഞ് പറയിപ്പിക്കണ പോലെ. സീരിയസ് ആയിട്ട് കറി എങ്ങനെയുണ്ട് അല്ലേ? എനിക്കത് സ്മെല്ലടിച്ചപ്പോൾ തോന്നിയിരുന്നു പുളിശ്ശേരി പോലെ ഇരിക്കുന്നു. അതാണ് കൊച്ചിക്കാരുടെ എന്തായിരുന്നു എൻ്റെ പേര്? തേങ്ങാച്ചാർ. അതെ. അപ്പം ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ സൺഡേ പണികളെല്ലാം കഴിഞ്ഞു. കുക്കിംഗ് കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു, എൻ്റെ പണിയും തീർന്നു. ഇനി എന്താ, ഒന്ന് റെസ്റ്റ് എടുക്കണം. കുറച്ച് നേരം വല്ല ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. അപ്പം എന്തായാലും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.